വലിയൊരു നേട്ടത്തിൽ തന്നെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആഴ്ചയും അത് പ്രതീക്ഷിക്കുകയും വേണം. US-ൽ പ്രത്യേകിച്ചും ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന വലിയ മുന്നേറ്റങ്ങളും വിൽപ്പനയും ഒക്കെയാണ് നമ്മുടെ വിപണി ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. US-ലെ പുതിയ തീരുവ പ്രഖ്യാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മറ്റ് വാർത്തകളും ഒക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച വിപണിയെ സ്വാധീനിച്ചിരുന്നത്. ഈ ഒരാഴ്ചയും ഏതെങ്കിലും തരത്തിൽ ആ രീതിയിൽ മറ്റ് വാർത്തകളോ അല്ലെങ്കിൽ സൂചനകളോ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം എന്തായാലും നമ്മുടെ വിപണിയിൽ ഉണ്ടാവും. ഇനി അടുത്ത ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും. ആഭ്യന്തര ഘടകമായി പ്രവർത്തിക്കുക കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും. പ്രവർത്തന ഫലങ്ങൾ അടുത്ത ഈ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച മുതൽ വന്നു തുടങ്ങും. അതിൻ്റെ ഒരു സ്വാധീനവും അത് പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളിലോ ഓഹരികളിലോ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഈ ഒരാഴ്ചയും വിപണിയിൽ പ്രതീക്ഷിക്കണം. 3 വ്യാപാര ദിനങ്ങളാണ് ഈ ഒരാഴ്ചയുള്ളത്. അതിൽ ഈ ഒരു 23,000 എന്നുള്ള നിലവാരം തന്നെയായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയും 23,500 ഭേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വർഷകാലത്തേക്ക് ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അതിന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വലിയ പ്രധാനം തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. എന്നാൽ അത് മറികടക്കുന്ന രീതിയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് ഒരു പരിധിവരെ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരുന്നത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നിക്ഷേപം തുടരുകയാണെങ്കിൽ അത് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ ഏറെ സ്വാധീനം ചെലുത്തും.